നമസ്കാരം. അപ്പം ഞാൻ കെമിസ്ട്രിയുടെ SSLC സെക്കൻഡ് ചാപ്റ്റർ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റിന്റെ ഫസ്റ്റ് ഒരു പാർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഇപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് ഇപ്പോൾ ഞാൻ ഇടുവാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. അപ്പം നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഗ്യാസ് ലോസിനെ പറ്റി ഫുള്ള് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ബോയിൽസ് ലോയും ചാൾസ് ലോയും അവഗാഡ്രോസ് ലോയും എല്ലാം പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്ററിന്റെ സെക്കൻഡ് പോർഷനായ മോൾ കൺസെപ്റ്റിനെ പറ്റിയാണ്. മോൾ കൺസെപ്റ്റിനെ പറ്റി ആദ്യം അറിയേണ്ട ഒരു കാര്യമാണ് അറ്റോമിക് മാസ്. അറ്റോമിക് മാസ് എന്താണ്? അറ്റോമിക് മാസ് ഈസ് ദ മാസ് ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിന്റെ മാസിനാണ് നമ്മൾ ആ പേരിനകത്ത് തന്നെ ഉണ്ടല്ലേ, അറ്റോമിക് മാസ്, ആറ്റത്തിന്റെ മാസ്. അപ്പം ആ ഒരു ഐഡിയ ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. അറ്റോമിക് മാസ് എന്താണ്? മാസ് ഓഫ് ആൻ ആറ്റം. ഇനി എന്താണ് റിലേറ്റീവ് അറ്റോമിക് മാസ്? അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ടേമാണ് റിലേറ്റീവ് അറ്റോമിക് മാസ്. അപ്പൊ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് ആൻ ആറ്റം, ഒരു ആറ്റത്തിന്റെ മാസാണ്. റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് വെച്ചാൽ മാസ് ഓഫ് ആൻ ആറ്റം ഈസ് കമ്പയർഡ് ടു ദ മാസ് ഓഫ് അനദർ ആറ്റം. അതായത് ഒരു ആറ്റത്തിന്റെ മാസ്, ഫോർ എക്സാമ്പിൾ കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്, അറ്റോമിക് മാസ് 12 ആണ്. ഇത് എന്താണ്? മാഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്, അറ്റോമിക് മാസ് 24 ആണ്. നമുക്കറിയാലോ, ഇവിടെ താഴെ നമ്മൾ എഴുതുന്നത് അറ്റോമിക് നമ്പറും മുകളിൽ എഴുതുന്നത് മാസ് നമ്പറുമാണ്. സോ ഇപ്പം മാഗ്നീഷ്യത്തിന്റെ മാസ് എന്ന് പറയുന്നത് 24 ആണ്, കാർബണിന്റെ മാസ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് വെച്ചാൽ ഏതെങ്കിലും രണ്ട് ആറ്റം, നമുക്ക് ഇഷ്ടമുള്ള പീരിയോഡിക് ടേബിളിനകത്തുള്ള എലമെന്റിനകത്തുള്ള ഏതെങ്കിലും രണ്ട് ആറ്റം എടുക്കുക. ആ രണ്ട് ആറ്റത്തിന്റെ മാസ് നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്നത്, റിലേറ്റ് ചെയ്ത് പറയുന്നത്. ഒരെണ്ണത്തിന്റെ മാസ് ഇത്ര, അതായത് ഒരെണ്ണത്തിന്റെ ഇത്ര മടങ്ങാണ് ഈ ആറ്റം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ മാഗ്നീഷ്യം പറഞ്ഞു, അതിന് പകരമായിട്ട് നമ്മൾ പറയുന്നതാണ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്, അറ്റോമിക് മാസം 1 ആണ്. സോ അപ്പം ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പറും അറ്റോമിക് മാസം 1 ആണ് നമുക്കറിയാം. അപ്പം ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യുക. അറ്റോമിക് നമ്പറിന്റെ കാര്യം വിടുക, നമ്മൾ അറ്റോമിക് മാസിനെ പറ്റിയാണല്ലോ പറയുന്നത്. സോ കാർബണിന്റെ അറ്റോമിക് മാസ് 12ഉം ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്. അപ്പൊ ഇതിന്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്താണ്? ഇവിടെ ചെറുത് ആരാ? ഹൈഡ്രജൻ. അപ്പം കാർബണിന്റെ എത്ര മടങ്ങാണ് ഹൈഡ്രജൻ? അതായത് 1/12 അല്ലേ? 1/12 ഓഫ് കാർബൺ അല്ലേ ഹൈഡ്രജൻ എന്ന് പറയുന്നത് അല്ലേ? കാരണം കാർബണിന്റെ മാസം തന്നെ 12 ആണ്, ഇതെന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ഈ കാർബണിന്റെ 12ൽ ഒരു പോർഷൻ അല്ലേ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. സോ 1/12 ഓഫ് കാർബൺ എന്ന് പറയുന്നതാണ് ഹൈഡ്രജൻ. ഇങ്ങനെ ഒരു ആറ്റത്തിന്റെ മാസിനോട് മറ്റേ ആറ്റത്തിന്റെ മാസിനെ കമ്പയർ ചെയ്തിട്ട് ഈ ഒരു ആറ്റത്തിന്റെ എത്ര മടങ്ങാണ് ഈ ആറ്റം, മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരു ആറ്റത്തിന്റെ മാസിനോട് മറ്റേ ഒരു ആറ്റത്തിന്റെ മാസിനെ കമ്പയർ ചെയ്തിട്ട് അതെങ്ങനെയാ പറയുന്നത്? ഒരു ആറ്റത്തിന്റെ എത്ര മടങ്ങാണ് മറ്റേ ആറ്റത്തിന്റെ മാസ്, അങ്ങനെ പറയുന്ന എ വേ ഓഫ് റെപ്രസെന്റിംഗ് അറ്റോമിക് മാസ് ഈസ് നോൺ ആസ് ദ റിലേറ്റീവ് അറ്റോമിക് മാസ്. What is relative atomic mass? Relative atomic mass is the way of representing atomic mass when a mass of an atom is compared to another atom, and says how many times it is heavier than the other atom. നമ്മൾ ഏതെങ്കിലും രണ്ട് ആറ്റത്തിന്റെ മാസ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഒരു ആറ്റത്തിനെക്കാട്ടിലും എത്ര കൂടുതലാണ് മറ്റേ ആറ്റം, എത്ര കൂടുതൽ മാസ് ഉണ്ട് മറ്റേ ആറ്റത്തിന് എന്ന് നമ്മൾ പറയുന്ന വേ ഓഫ് റെപ്രസെന്റിംഗ് അറ്റോമിക് മാസ് ഈസ് നോൺ ആസ് ദ റിലേറ്റീവ് അറ്റോമിക് മാസ്. സോ അറ്റോമിക് മാസ് എന്താണ്? മാസ് ഓഫ് ആൻ ആറ്റം. റിലേറ്റീവ് അറ്റോമിക് മാസ് എന്താണ്? when a mass of an atom is compared to another atom and says how many times it is heavier than the other atom. അതാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഇനി ഈ റിലേറ്റീവ് അറ്റോമിക് മാസിന് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് കാർബൺ. അത് എപ്പോഴും എടുക്കുന്ന കാർബണിന് നമുക്കറിയാം, കാർബണിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്. സോ C12 ഐസോട്ടോപ്പ് പഠിച്ചിട്ടുണ്ടാണല്ലോ 9th. സോ C12 എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താണ് ഐസോട്ടോപ്പ്, അതായത് കാർബണിന്റെ മാസ് നമ്പർ 12 ആയിട്ടുള്ള കാർബണിനെയാണ് നമ്മൾ ഒരു യൂണിറ്റ് അറ്റോമിക് മാസ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 1 യൂണിറ്റ് അറ്റോമിക് മാസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ജസ്റ്റ് ഐഡിയ മാത്രം മനസ്സിലാക്കിയിരിക്കുക. കാർബണിനെയാണ് നമ്മൾ ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. സോ എന്താണ് അറ്റോമിക് മാസ്? അറ്റോമിക് മാസ് ഇസ് ദ മാസ് ഓഫ് ആൻ ആറ്റം. ആൻഡ് വാട്ട് ഈസ് റിലേറ്റീവ് അറ്റോമിക് മാസ്? when a mass of an atom is compared to the mass of another atom and says how many times it is heavier than the other atom. Actually carbon 12 is an isotope of carbon. It is considered as the 1 unit atomic mass.
then we are taking the relative atomic mass. Relative atomic mass എടുക്കുമ്പോൾ ഒരു യൂണിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് എന്തിനെയാണ്? കാർബൺ 12 എന്ന ഐസോട്ടോപ്പിനെയാണ്. That means the mass number of carbon is 12. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് റിലേറ്റീവ് അറ്റോമിക് മാസ്. ഇനി അടുത്ത നമ്മൾ പറയുന്നതിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. എന്താണ് ഗ്രാം അറ്റോമിക് മാസ്? വാട്ട് ഈസ് ഗ്രാം അറ്റോമിക് മാസ്? അതായത് ജി, ഗ്രാമിന്റെ ജി, ആറ്റത്തിന്റെ എമ്മിന്റെ GAM. വാട്ട് ഈസ് GAM? എന്താണ് GAM? GAM എന്താന്ന് വെച്ചാൽ അറ്റോമിക് മാസ് ഈസ് റെപ്രസെന്റഡ് ഇൻ ഗ്രാംസ്. ഇത്രേ ഉള്ളൂ GAM. Atomic mass is represented in grams. For example, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ പറഞ്ഞു കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആകുമ്പോൾ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ അറ്റോമിക് മാസ് എത്രയാണ്? 12 ആണ്. അപ്പൊ അതിന്റെ GAM അതായത് ഗ്രാം അറ്റോമിക് മാസ് എന്താണ്? 12 ഗ്രാം ആണ്. ഒന്നുമില്ല, ഈ അറ്റോമിക് മാസിന്റെ കൂടെ ഒരു ഗ്രാം ഇട്ട് കൊടുക്കുന്നു. അതാണ് ഗ്രാം അറ്റോമിക് മാസ്. അറ്റോമിക് മാസിൽ നമ്മൾ ഗ്രാമിൽ പറയുന്നത്, ഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഗ്രാം അറ്റോമിക് മാസ്. ഐ മീൻ ദ GAM. What is GAM? GAM means അതായത് ഗ്രാം അറ്റോമിക് മാസ് means atomic mass is represented in grams. For example, the atomic mass of carbon is 12 and the gram atomic mass of carbon is 12 gram. ഇനി വേറൊരു എക്സാമ്പിൾ ആണ് മാഗ്നീഷ്യം. മാഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്, അറ്റോമിക് മാസ് 24 ആണ്. മാസ് എത്രയാണ്? 24 ആണ്. ആൻഡ് വാട്ട് ഈസ് ദ ഗ്രാം അറ്റോമിക് മാസ്? GAM 24 ഗ്രാം ആണ്. അപ്പം അറ്റോമിക് മാസ് എന്തും ആവാം. ഓരോ എലമെന്റിന്റെ അറ്റോമിക് മാസും ഡിഫറെന്റ് ആണ്, അറ്റോമിക് നമ്പറും ഡിഫറെന്റ് ആണെന്ന് നമുക്കറിയാം. അപ്പം ഈ അറ്റോമിക് മാസ് ഏതാണെങ്കിലും അതിനെ ഗ്രാമിൽ എഴുതുന്നതാണ് നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്, GAM. ഇനി എന്താണ് ഒരു GAM? അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് ഗ്രാം അറ്റോമിക് മാസ്. അറ്റോമിക് മാസിനെ നമ്മൾ ഗ്രാമിൽ എഴുതുന്നതാണ് ഗ്രാം അറ്റോമിക് മാസ്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് തരികയാണ് ഒരു പ്രോബ്ലം. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6, മാസ് നമ്പർ 12. മാസ് നമ്പർ നമ്മൾ A എന്ന് റെപ്രസെന്റ് ചെയ്തല്ലേ, 90 പഠിച്ചിട്ടുള്ളതല്ലേ മാസ് നമ്പർ A എന്ന്. അപ്പൊ മാസ് നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. EZ ആണ് അറ്റോമിക് നമ്പർ, ഇത് A ആണെന്നത് EZ ആണ് അറ്റോമിക് നമ്പർ, A മാസ് നമ്പർ ആണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അറ്റോമിക് മാസിന്റെ. സോ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 12 ഗ്രാം ആണ്. നമ്മൾ ഇതിനെ ഗ്രാമിൽ എഴുതി. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സാമ്പിൾ മാസ് തരിക. ഞാൻ നിങ്ങളുടെ കയ്യിലോട്ട് ഒരു 24 ഗ്രാം കാർബൺ, 24 ഗ്രാം കാർബൺ, ഇത് ഞാൻ ചുമ്മാ തരുന്ന ഒരു നമ്പറാണ്. ഇപ്പൊ 24 48 ഏത് നമ്പർ വേണമെങ്കിലും എനിക്ക് എടുക്കാം. ഞാൻ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിലൊരു 24 ഗ്രാമിൽ നിങ്ങളുടെ കാർബൺ നിങ്ങളുടെ കയ്യിലേക്ക് തരുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കറിയാം ഇതിന്റെ GAM എന്ന് പറയുന്നത് 12 ഗ്രാം ആണ്. ഞാൻ നിങ്ങൾക്ക് തന്ന ഗ്രാം എത്രയാണ്? 24 ഗ്രാം കാർബൺ തന്നു. എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ തന്ന ഈ 24 ഗ്രാം കാർബണിനകത്ത് എത്ര GAMകളുണ്ട്? ഹൗ മെനി നമ്പർ ഓഫ് GAM ആർ പ്രസന്റ് ഇൻ ദ 24 ഗ്രാം ഓഫ് കാർബൺ ദാറ്റ് ഐ ഹാവ് ഗിവൺ ടു യു. ഞാൻ നിങ്ങൾക്ക് തന്ന 24 ഗ്രാം കാർബണിനകത്ത് എത്ര GAM ഉണ്ട്? ഫൈൻഡ് ദ നമ്പർ ഓഫ് GAM. ഈ നമ്പർ ഓഫ് GAM കാണാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് GAM ഈക്വൽ ടു ഗിവൺ മാസ്, അതായത് സാമ്പിൾ മാസ് ഡിവൈഡഡ് ബൈ GAM. അതായത് നമ്പർ ഓഫ് GAM, അതായത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ നമ്പർ ഓഫ് GAM അല്ലെങ്കിൽ ഹൗ മച്ച് GAM ഈസ് പ്രസന്റ് ഇൻ 24 ഗ്രാം ഓഫ് കാർബൺ ദാറ്റ് ഐ ഹാവ് ഗിവൺ ടു യു. സോ നമ്പർ ഓഫ് GAM ഇസ് ഈക്വൽ ടു ഗിവൺ മാസ്. തന്നിരിക്കുന്ന മാസ് അവിടെ എത്രയാണ്? 24 ഗ്രാം ആണ്. 24 ഗ്രാം അല്ലേ നിങ്ങൾക്ക് തന്നത്, അതാണ് ഗിവൺ മാസ്, തന്നിരിക്കുന്ന മാസ്, ഡിവൈഡഡ് ബൈ GAM. കാർബൺ അല്ലേ, കാർബണിന്റെ GAM എത്രയാണ്? 12 ഗ്രാം ആണ്. സോ ഇപ്പൊ ഇത് രണ്ടും കൂടെ വെട്ടി പോകുമ്പോൾ ഇറ്റ് വിൽ ബി 2 GAM. മനസ്സിലായല്ലോ? സോ ഈ ഇക്വേഷൻ തറവായിട്ട് പഠിച്ചു വെക്കണം. സോ നമ്പർ ഓഫ് GAM ഈക്വൽ ടു ഗിവൺ മാസ് ബൈ GAM. ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ അത് തന്നിരിക്കുന്ന ഒരു മാസ്, 24 48 ഏതെങ്കിലും ഒരു മാസം എടുത്ത് തരും. ആ മാസിനെ നമ്മൾ ഒറിജിനൽ GAM ഓഫ് ദ എലമെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. GAM എന്താണ്? നമ്മൾ അറ്റോമിക് മാസ്. അറ്റോമിക് മാസ് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അറ്റോമിക് മാസ് ഹിന്റ് എന്ന് പറഞ്ഞ ഏത് ഐറ്റത്തിന്റെ ചോദിച്ചാൽ അറ്റോമിക് മാസ് അവർ തരും. അപ്പൊ GAM എന്താണ്? അറ്റോമിക് മാസിനെ നമ്മൾ ഗ്രാം ഇട്ട് എഴുതും. ഇപ്പൊ 12 GAM അറ്റോമിക് മാസ് ആയതുകൊണ്ട് GAM 12 ഗ്രാം ആയി. അപ്പം തന്നിരിക്കുന്ന മാസിന്, അതായത് ഗിവൺ മാസിനെ 24 ഗ്രാം എന്നാണ് തന്നിരിക്കുന്ന മാസിനെ
നമ്മളവിടുത്തെ GAM ഉണ്ട്, അതായത് 24നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹൗ മെനി GAMs ആർ പ്രസന്റ് ഇൻ ദ സാമ്പിൾ മാസ്, ഗിവൺ മാസിൽ എത്ര GAMകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഐഡിയ ക്ലിയർ ആണല്ലോ. ഇതിന്റെ തന്നെ വേറൊരു എക്സാമ്പിൾ തന്നെ ഹാവ് ഗിവൺ ടു യു. ഞാൻ ഈ സാമ്പിൾ മാറ്റി പിടിക്കുക, വേറൊരു സാമ്പിൾ നിങ്ങൾക്ക് തരുക. ഞാൻ നിങ്ങളുടെ കയ്യിലോട്ടൊരു 12 ഗ്രാം കാർബൺ തരുകയാണ്. 12 ഗ്രാം കാർബൺ സാമ്പിൾ മാസമായിട്ട് ഗിവൺ മാസമായിട്ട് തരാമെന്ന് വിചാരിക്കുക. സോ മൈ ക്വസ്റ്റ്യൻ ഈസ് ഹൗ മെനി നമ്പർ ഓഫ് GAM ആർ പ്രസന്റ് ഇൻ ദ 12 ഗ്രാം ഓഫ് കാർബൺ. ഈ 12 ഗ്രാം കാർബണിനകത്ത് നമ്പർ ഓഫ് GAM കാണണം. ഇക്വേഷൻ ഉണ്ട്, നമ്പർ ഓഫ് GAM ഈക്വൽ ടു ഗിവൺ മാസ്. ഞാൻ എത്ര മാസം തന്നത്? 12 ഗ്രാം. സോ നമ്പർ ഓഫ് GAM ഈക്വൽ ടു 12 ഗ്രാം, അതായത് ഗിവൺ മാസ്. ഇനി GAM എന്ത് തന്നെയാണ്? 12 ഗ്രാം തന്നെയാണ്. സോ രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോവും. 1 GAM. മനസ്സിലായല്ലോ? ഈ ഒരു ഐഡിയ മനസ്സിലായല്ലോ? സോ ഞാൻ മനസ്സിലാക്കണമെന്നില്ല, ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കുക. നമ്പർ ഓഫ് GAM ഈക്വൽ ടു ഗിവൺ മാസ് ബൈ GAM. ആൻഡ് ഞാൻ ഇനി വേറൊരു ആറ്റത്തിന് എടുക്കുക. കാർബൺ മാറ്റി മാഗ്നീഷ്യം എടുക്കാന്ന് ഓർത്തു. നമുക്ക് കാർബണിന്റെ നേരത്തെ കിട്ടിയത് ഒരു GAM ആയിരുന്നേ. ഒരു GAM ഓഫ് കാർബൺ നേരത്തെ ആൻസർ കിട്ടി. അവിടെ കിടന്നോട്ടെ. മാഗ്നീഷ്യം എടുക്കുക. മാഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എന്താണ്? 12 ആണ്. മാസ് നമ്പർ എന്താണ്? 24 ആണ്. അറ്റോമിക് മാസ് അവിടെ തരുമോ കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. സോ മാസ് നമ്പർ എന്ന് പറയുന്നത് 24 ആണ്. അപ്പൊ അവിടുത്തെ GAM എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഗ്രാമിൽ എഴുതി 24 ഗ്രാം ആണ്. ഇനി ഞാൻ നിങ്ങളുടെ കയ്യിലോട്ട് ഒരു 24 ഗ്രാം തന്നെ മാഗ്നീഷ്യം തരുക സാമ്പിൾ മാസമായിട്ട്. മൈ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ നമ്പർ ഓഫ് GAM ദാറ്റ് പ്രസന്റ് ഇൻ 24 ഗ്രാം ഓഫ് മാഗ്നീഷ്യം. ഇതിനകത്തുള്ള നമ്പർ ഓഫ് GAM ആണ്. സോ നമ്പർ ഓഫ് GAM ഗിവൺ മാസ് എത്ര മാസ് തന്നു? 24 ഗ്രാം ഡിവൈഡഡ് ബൈ GAM. GAM എന്ത് തന്നെയാണ്? 24 ഗ്രാം. അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1 GAM എന്ന് കിട്ടും. അടുത്ത നമുക്ക് കിട്ടിയ ഉത്തരം എന്തായിരുന്നു? 1 GAM ഓഫ് മാഗ്നീഷ്യം എന്ന് കിട്ടി അല്ലേ? ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിക്കുക. നമ്പർ ഓഫ് GAM ഈക്വൽ ടു ഗിവൺ മാസ് ബൈ അല്ലെങ്കിൽ സാമ്പിൾ മാസ് ബൈ GAM ഓഫ് ദ എലമെന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞേ ഒരു GAM. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന്, ഈ ഒരു സംഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഏതൊരു എലമെന്റിനകത്തും ഒരു GAM ഉണ്ടാവുമെന്ന് മനസ്സിലായി. ഇപ്പൊ നമ്മള് കാർബൺ എടുത്തപ്പോഴും നമുക്ക് 1 GAM കിട്ടി, മാഗ്നീഷ്യം എടുത്തപ്പോഴും 1 GAM കിട്ടി, വേറെ എലമെന്റ് എടുത്താലും 1 GAM ഒക്കെ കിട്ടും. സെയിം അത് വെച്ചെടുത്താൽ മതി. സോ 1 GAM ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഏതൊരു എലമെന്റ് പീരിയോഡിക് ടേബിളിലുള്ള ഏതൊരു എലമെന്റിനകത്തും 1 GAM ഉണ്ട്. അതായത് 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് മോളിക്യൂൾ ആറ്റം ഉണ്ടെന്നുള്ളതിന്റെ സംഭവം മനസ്സിലായല്ലോ. ഇനി നമ്മൾ മോൾ കൺസെപ്റ്റ് ഓഫ് ആറ്റം, മോൾ കൺസെപ്റ്റിലേക്ക് നമ്മൾ വരുവാണ്. മോൾ കൺസെപ്റ്റ് ഓഫ് ആറ്റം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം. ഒരു GAM അത് ഏതൊരു എലമെന്റിന്റെ 1 GAM ഓഫ് എനി എലമെന്റ് കണ്ടെയ്ൻ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. എന്തുവാ അവഗാഡ്രോ നമ്പർ? നമ്മൾ ഗ്യാസ് ലോ പഠിച്ചപ്പോൾ നമ്മൾ അവഗാഡ്രോ ലോ പഠിച്ചു. അവഗാഡ്രോ ലോ എന്തായിരുന്നു? when temperature and pressure is a constant, volume is directly proportional to number of molecules എണ്ണം എഴുതുവാണേ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇതായിരുന്നു അവഗാഡ്രോ ലോ. ഇനി അവഗാഡ്രോ എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്. അവഗാഡ്രോ നമ്പർ, അവഗാഡ്രോ നമ്പർ ഇത് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Na എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇത് ഏത് നമ്പറാണ്? ഈ നമ്പർ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക വെച്ചുക. 6.022 ഇൻറ്റു 10⁻23. അവഗാഡ്രോ നമ്പർ അതായത് Na എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യും എന്ന് പറയുന്നത് 6.022 ഇൻറ്റു 10⁻23. അത് ബൈ ഹാർട്ട് ആയിട്ട് മറന്നു പോകാത്ത ഇത് പഠിച്ചു വെക്കാം. ഇനി നമ്മുടെ ഇതിലേക്ക് വരാം. അത് പറഞ്ഞെന്താണ്? 1 GAM ഓഫ് എനി എലമെന്റ് കണ്ടെയ്ൻ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. അതായത് ഏതൊരു എലമെന്റ് പീരിയോഡിക് ടേബിളിൽ 118 എലമെന്റ് ഉണ്ട്. ആ 118 എലമെന്റിന്റെയും ഒരു GAM എന്ന് പറയുന്നത് 1 ഗ്രാം അറ്റോമിക് മാസ്. 1 GAM ഓഫ് എനി എലമെന്റ്, ഏത് എലമെന്റ് എടുത്താലും കണ്ടെയ്ൻ ദിസ് നമ്പർ, ഐ മീൻ ദ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റം. ഇത് ഈ ഏതൊരു എലമെന്റിന്റെ 1 GAM-നകത്തും 6.022 ഇൻറ്റു 10⁻23 ആറ്റം കാണും. മോളിക്യൂൾ അല്ല. GAM എന്ന് പറയുമ്പോൾ അറ്റോമിക് മാസിനെ അല്ല, അറ്റോമിക് മാസിന്റെ പറയുമ്പോൾ ഇത്രയും ആറ്റം കാണും. ഇതിനെയാണ് നമ്മൾ അവഗാഡ്രോ നമ്പർ അതായത് Na എന്ന് പറയുന്നത്. ഇനി അപ്പൊ അത് മനസ്സിലായല്ലോ.
1 GAM of any element contain Avogadro number of atom. What is Avogadro number? 6.022 into 10 raised to 23. Number by heart ആക്കി പഠിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു GAMനകത്ത് ഇത്രയും ആറ്റംസ് ഉണ്ട്. ഈ ഒരു GAMൽ തന്നെ നമ്മൾ പറയുന്ന പേരാണ് 1 mol ആറ്റം. അതായത് ഇത്രയും, അതായത് 1 കോൺസെപ്റ്റ് മനസ്സിൽ തറവാക്കി വെച്ചേക്കുക. ഒരു GAMന് എത്ര നമ്പർ ഓഫ് ആറ്റം കാണും? 6.022 into 10 raised to 23 നമ്പർ ഓഫ് ആറ്റംസ് കാണും. ഇനി ഈ 6.022 into 10 raised to 23 നമ്പർ ഓഫ് ആറ്റംസിന് പറയുന്ന അതിന്റെ വേറൊരു മെഷറാണ് 1 മോൾ ആറ്റം. അപ്പൊ 1 മോൾ എന്ന് പറഞ്ഞാലും 1 GAM എന്ന് പറഞ്ഞാലും 6.022 into 10 raised to 23 നമ്പർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ്. ദിസ് ഈസ് ദ മോൾ കൺസെപ്റ്റ് ഓഫ് ആറ്റം. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. അപ്പം നമ്മൾ മോൾ കൺസെപ്റ്റ് ഓഫ് ആറ്റം പഠിക്കാനുണ്ട്, മോളിക്യൂൾ പഠിക്കാനുണ്ട്, ഗ്യാസ് പഠിക്കാനുണ്ട്. സോ ആറ്റത്തിന്റെ കാര്യം ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. 1 GAM of any element. GAM എന്താണെന്ന് അറിയാലോ? Atomic mass is represented in grams. I mean the 1 gram atomic mass of any element in the periodic table contain Avogadro number of atom. I mean Na ഉണ്ട്. 6.022 into 10 raised to 23 number of atoms. And this is also equal to 1 mole atom. അപ്പോൾ ഈ 1 mole atom ഉദ്ദേശിക്കുന്നത് എന്തുവാ? Avogadro number of atom. അല്ലെങ്കിൽ 1 GAM, 1 gram atomic massനെയാണ് 1 mole എന്ന് പറയുന്നത്. This is the mole concept of atom. ഐഡിയ ഓക്കെ അല്ലേ? സോ മോൾ കൺസെപ്റ്റ് എന്താണ്? അത് നമ്മൾ പറഞ്ഞു. അറ്റോമിക് മാസ് എന്താണ്? അറ്റോമിക് മാസ് ഇസ് ദ മാസ് ഓഫ് ആൻ ആറ്റം. What is relative atomic mass? When a mass of an atom is compared to the mass of another atom and says how much time is it heavier than the mass of other atom. മറ്റേ ആറ്റത്തിന്റെ എത്ര ഹെവിയർ ആണ് മറ്റേതെന്ന് പറയുന്നതാണ് റിലേറ്റീവ് അറ്റോമിക് മാസ്. ഇനി എന്താണ് ഗ്രാം അറ്റോമിക് മാസ്? അറ്റോമിക് മാസ് ഈസ് റെപ്രസെന്റഡ് ഇൻ ഗ്രാംസ്. ഇനി 1 gram അറ്റോമിക് മാസ് എന്താ നമ്മൾ പറഞ്ഞല്ലോ? ഏതൊരു എലമെന്റ് എടുത്താലും, കാർബൺ എടുത്താലും, മാഗ്നീഷ്യം എടുത്താലും, ഏത് എലമെന്റ് എടുത്താലും 1 gram അറ്റോമിക് മാസ് 1 GAM ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ഇനി ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് GAM ഗിവൺ മാസസ്? അതായത് തന്നിരിക്കുന്ന ഒരു മാസ് ഉണ്ടാവും, ആ മാസിനെ നമ്മൾ ഒറിജിനൽ GAM ഓഫ് ദ എലമെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ നമ്പർ ഓഫ് GAM ദാറ്റ് പ്രസന്റ് ഇൻ ഈച്ച് ആൻഡ് എവറി എലമെന്റ്. Then what is the mole concept of atom? This 1 GAM, 1 GAM ഉണ്ടെന്ന് പറഞ്ഞു. ഈ 1 GAM of any element contain Avogadro number of atom. Avogadro number ഏത് നമ്പറാണ്? 6.022 into 10 raised to 23. അതായത് ഇതെന്ന് പറയുന്നത് 1 mole atom. ഇതിന്റെ വേറൊരു ക്വാണ്ടിറ്റിയാണ് 1 mole ആറ്റത്തിനോട് ഈക്വൽ ആണ്. ഇതാണ് ആറ്റത്തിന്റെ മോൾ കൺസെപ്റ്റ്. സോ ഇതുമായിട്ട് തന്നെ ഇത് അപ്പൊ ഈ ഒരു സംഭവം ഇതാണ് മോൾ കൺസെപ്റ്റ്. ഇത് ഞാൻ റബ്ബ് ചെയ്യുന്നില്ല, നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു 1 GAM എന്ന് പറയുന്നത് 6.022 into 10 raised to 23 ആണ്. വാട്ട് അബൌട്ട് 2 GAM? അങ്ങനെയാണെങ്കിൽ 2 GAM എന്ന് പറയുന്നത് എന്തുമായിരിക്കും? 2 into 6.022 into 10 raised to 23 അല്ലേ? 1 GAM ആയിരുന്നപ്പം 1 into അല്ലായിരുന്നു. അതായത് 1 into എന്ന് പറഞ്ഞാൽ 1 into എഴുതണ്ടല്ലോ, അതുകൊണ്ടാണ് 1 into 6.022 into 10 raised to 23 atom. അപ്പം നമുക്ക് ഇതിനകത്ത് എന്ത് മനസ്സിലാക്കാം? ഈ 2 എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് GAM ആണ് അല്ലെ? നമ്പർ ഓഫ് GAMനെ അവഗാഡ്രോ നമ്പറായ 6.022 into 10 raised to 23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ we will get the number of atom present in an element. So നമ്മൾ അടുത്തൊരു ഇക്വേഷനിലേക്ക് വരിക. number of atom equal to number of GAM into 6.022 into 10 raised to 23. ഇവിടെ 2 GAM ആയതുകൊണ്ട് 2ന് ഇതുകൊണ്ട് 1 GAM ആയതുകൊണ്ട് 1ന് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ നമ്പർ ഓഫ് GAM നമ്പർ ഓഫ് മോൾ ഈക്വൽ അല്ലേ? നമ്പർ ഓഫ് 1 GAM എന്ന് പറയുന്നത് 6.022 ആണ്, 1 മോൾ ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ്, 1 GAM 1 മോൾ. അപ്പൊ നമ്പർ ഓഫ് മോൾ ഇൻറ്റു 6.022 ഇൻറ്റു 10 raised to 23. So this is the equation for calculating the number of the atom. അപ്പോൾ ഈ നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അപ്പം ഈ നമ്പർ ഓഫ് GAM ഇൻറ്റു 6.022 ഇൻറ്റു 10 raised to 23 എന്ന് പറയുന്നത്. ഇനി ഈ നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഇക്വേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇത് ഒരു സെറ്റ് ഇക്വേഷൻ, ഇത് വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു
atomicity. എന്തുവാ atomicity? What is atomicity? Atomicity is the number of atom present in a molecule. അല്ലെ, ഒരു മോളിക്യൂളിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസിനെ വിളിക്കുന്നതാണ് atomicity. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ അല്ലെ. ഈ കാർബൺ ഡയോക്സൈഡ് മോളിക്യൂളിനകത്ത് ഒരു കാർബൺ ഉണ്ട് അല്ലെ. കാർബൺ ഒരെണ്ണമല്ലേ ഉള്ളൂ, എന്തിനകത്തപ്പോൾ അതിൻ്റെ അകത്ത് ഒരെണ്ണം ഉണ്ടെന്നല്ലേ. ഇനി ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പം മൊത്തത്തിൽ എത്ര ആറ്റം ഉണ്ട്? നമ്പർ ഓഫ് ആറ്റം എത്രയാ? 1 + 2 = 3. അപ്പോൾ അവിടുത്തെ അറ്റോമിസിറ്റി എത്ര? അറ്റോമിസിറ്റി എന്ന് പറയുന്നത് എന്തുവാ? നമ്പർ ഓഫ് ആറ്റം പ്രസന്റ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിനകത്തുള്ള നമ്പർ ഓഫ് ആറ്റം. ഇപ്പോൾ കാർബൺ ഡയോക്സൈഡ് ആണ്ട് ഇങ്ങനെ NH3 ആയിരുന്നു, അതൊരു മോളിക്യൂൾ അല്ല, ഒരു അമോണിയം മോളിക്യൂൾ. ഹൈഡ്രജൻ 3 എണ്ണം ഉണ്ട്, നൈട്രജൻ 1 എണ്ണം ഉണ്ട്. അപ്പോൾ 3 1 4, അപ്പോൾ 4 ആയിരിക്കും അടുത്ത അറ്റോമിസിറ്റി. സോ അറ്റോമിസിറ്റി ഈസ് ദ നമ്പർ ഓഫ് ആറ്റം പ്രസന്റ് ഇൻ എ മോളിക്യൂൾ. നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്, നമ്മൾ വഴിയെ വരുന്നുണ്ട്. ആ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ നമ്മൾ അറ്റോമിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമ്പർ ഓഫ് ആറ്റം കിട്ടും. ഈ ഇക്വേഷനൊക്കെ തറവാക്കി വെക്കുക. ലാസ്റ്റ് ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോയിൽ നമ്മൾ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ ആവശ്യം വരും. അപ്പം ആ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടെ നമുക്ക് ലാസ്റ്റ് നോക്കാം. So the number of atoms is equal to number of GAM into 6.022 into 10⁻23. Then അല്ലെങ്കിൽ number of GM mole equal അല്ലേ, അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ പറയാം number of mole into 6.022 into 10⁻23 number of molecules into atomicity. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുപോകുന്ന സമയത്ത് ഇങ്ങനെ ചുമ്മാ കേട്ട് പോകാതെ ഇതൊന്ന് പോസ് ചെയ്തിട്ട് ഇത് എവിടെയെങ്കിലും നോട്ടിലോട്ട് വല്ല എഴുതിയിടുവാണെങ്കിൽ പിന്നെ നമുക്ക് നോക്കുമ്പം മനസ്സിലാവും. ഓക്കെ, അപ്പം നമ്മളിന്ന് പഠിച്ച കാര്യം എന്താണ്? ആദ്യം നമ്മൾ പറഞ്ഞു അറ്റോമിക് മാസിനെ പറ്റി പറഞ്ഞു, പിന്നെ ഇതായി, പിന്നെ 1 gram അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഇതാണെന്ന് പറഞ്ഞു. ഇതാണ് മോൾ കൺസെപ്റ്റ് ഓഫ് ആറ്റം. താങ്ക് യു.